ഹലോ നമസ്കാരം. ഇന്നലെ SRH vs GT തമ്മിലുള്ള ആ ഒരു മത്സരം മഴ കാരണം വാഷൗട്ടായി പോയതുകൊണ്ട് തന്നെ രാജസ്ഥാൻ റോയൽസിന് കാര്യങ്ങൾ ഒരല്പം കൂടി അനുകൂലമാക്കി മാറ്റിയിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇന്നലെ GTയെ SRH തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ പോയിന്റ് പട്ടികയിൽ രാജസ്ഥാൻ റോയൽസിനെ മറികടന്നുകൊണ്ട് രണ്ടാമതെത്താനുള്ള അവസരം SRHനുണ്ടായിരുന്നു. പക്ഷേ ഇന്നലത്തെ ആ ഒരു മത്സരം മഴ കാരണം വാഷൗട്ടായി പോയതോടുകൂടി ഇരുവർക്കും പോയിന്റുകൾ പങ്കിടേണ്ടി വന്നൊരു കാഴ്ചയാണല്ലോ നമ്മൾ കണ്ടത്. അതോടുകൂടി രാജസ്ഥാൻ റോയൽസിന് ഒരു പോയിന്റ് പിന്നിൽ തന്നെയാണ് ഇപ്പോഴും SRH ഉള്ളത്. 16 പോയിന്റാണ് RRനുള്ളതെങ്കിൽ 15 പോയിന്റാണ് SRHനുള്ളത്. ഏതായാലും ഈ രണ്ട് ടീമുകൾക്കും ഇനി ഒരൊറ്റ മത്സരം മാത്രമാണ് ബാക്കിയുള്ളത്. രാജസ്ഥാൻ റോയൽസിന് രണ്ടാം സ്ഥാനത്ത് തുടരാനുള്ള സുവർണാവസരം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം. കാരണം തുടർച്ചയായി 4 മത്സരങ്ങൾ പരാജയപ്പെട്ട രാജസ്ഥാൻ റോയൽസിന് ഇനി ശക്തമായി തിരിച്ചു വന്നേ പറ്റൂ. കാരണം ഇനിയുള്ള മത്സരങ്ങളൊക്കെ അത്രമേൽ നിർണായകമാണല്ലോ. ഏതായാലും മറ്റന്നാൾ ഞായറാഴ്ച SRH ഉച്ചതിരിഞ്ഞ് 3:30 മണിക്ക് PBKസിനെതിരെ കളിക്കുമ്പോൾ രാത്രി 7:30 രാജസ്ഥാൻ റോയൽസ് ഏറ്റുമുട്ടേണ്ടത് KKRനോടൊപ്പമാണ്. അതെ, പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ള ശക്തരായിട്ടുള്ള KKRനോട്. തുടർച്ചയായി 4 മത്സരങ്ങൾ തോറ്റിരിക്കുന്ന സഞ്ജുമൽ ബോയ്സിന് അടുത്ത മത്സരത്തിൽ വിജയിക്കാൻ സാധിക്കുകയാണെങ്കിൽ അവർക്ക് 18 പോയിന്റ് സ്വന്തമാക്കിക്കൊണ്ട് ആ ഒരു 2-ാം സ്ഥാനം അങ്ങ് ലോക്ക് ചെയ്യാൻ പറ്റും. അതോടുകൂടെ അവർ ക്വാളിഫയർ കളിക്കും എന്നുള്ള കാര്യവും ഉറപ്പാകും. ഏതായാലും SRH ഇനി അടുത്ത മത്സരത്തിൽ PBKസിനെ തോൽപ്പിച്ചാൽ പോലും അവർക്ക് 17 പോയിന്റുകളിൽ മാത്രമേ എത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെ RRനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാച്ച് KKRനെതിരെയുള്ള മറ്റന്നാൾ നടക്കാനിരിക്കുന്ന മാച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവർക്ക് ക്വാളിഫയർ കളിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മത്സരത്തിൽ വിജയിച്ചേ പറ്റൂ. രാജസ്ഥാൻ റോയൽസിന് വിജയിക്കാൻ സാധിക്കുകയാണെങ്കിൽ അവർ ഉറപ്പായിട്ടും ക്വാളിഫയർ കളിക്കും എന്നുള്ള കാര്യവും തീർച്ചയാണ്. അങ്ങനെ ക്വാളിഫയർ കളിക്കാൻ സഞ്ജു സാംസണും സംഘത്തിനും സാധിക്കുകയാണെങ്കിൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. കാരണം നമുക്കറിയാലോ, ക്വാളിഫയർ കളിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു മത്സരം തോറ്റാൽ പോലും അടുത്ത മത്സരത്തിൽ വിജയിക്കാൻ സാധിക്കുകയാണെങ്കിൽ അവർക്ക് ഫൈനലിലേക്ക് വരെ എത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അവരുടെ ലക്ഷ്യം. തീർച്ചയായിട്ടും അതിനവർക്ക് സാധിക്കുമോ കണ്ടതെന്ന് അറിയേണ്ടതാണ്. അപ്പോൾ പിന്നെ എന്താണ് ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുന്നു വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാനുള്ള പ്രതീക്ഷയോടുകൂടെ ഗുഡ് ബൈ.